വളരെ കൂടെ പെറ്റ് കിടന്നപ്പോ നിനക്ക് ആ കാശിന്റെ കാര്യം ചോദിച്ചാൽ എന്തായിരുന്നു? സോ ഈ സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി ഈസ് ദാറ്റ് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും ഏതെങ്കിലും ഒരു വിർച്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈസിന്റെ പേഴ്സോണിഫിക്കേഷൻ ആയിരിക്കും. കുറെ ഗുഡ് ക്വാളിറ്റീസ് ഉള്ള ക്യാരക്ടേഴ്സിനെ ഫ്ലാറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടും അതേസമയം ഈവിൾ ക്യാരക്ടേഴ്സിനെ റൗണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടുമാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ഫിലിം കുറേ ഈവിൾ ക്യാരക്ടേഴ്സ് മാനസാന്തരം സംഭവിച്ചിട്ട് ഗുഡ് ക്യാരക്ടേഴ്സായി മാറുന്നത് കാണാം. പക്ഷേ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഈ ഒരു വിർച്വസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറയുന്ന പല ഐഡിയാസ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് സോ മച്ച് പ്രോബ്ലമാറ്റിക്. ആൻഡ് ഈ ക്യാരക്ടർ ഒരു സീനിൽ അച്ചി വീട്ടിൽ ഇങ്ങനെ പുറത്താൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് കാണാം, വിച്ച് ഈസ് ഇൻ ടേൺ പ്രൊമോട്ടിങ് മിസോജിനി. ആൻഡ് കുറെ കൂടെ കഴിയുമ്പം ഈ ക്യാരക്ടർ സിസ്റ്റർ ഇൻ ലോയുടെ മാരേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്ത്രീധനം കൊടുക്കാൻ വില്ലിങ് ആവുന്നത് കാണും. അവർ ചോദിക്കണ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് അവിടെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. ആക്ച്വലി ഇൻ ദിസ് ഫിലിം ഈ ഒരു സീൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പെസിഫിക് ക്യാരക്ടറിന് ഒരു സേവിയർ ടാഗ് ലൈൻ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി. ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് പ്രൊമോട്ടിംഗ് ദ ഐഡിയ ഓഫ് സ്ത്രീധനം. ആ ഒരു മദർ ക്യാരക്ടറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ദ മദർ ക്യാരക്ടർ ഈസ് ദ എപ്പിറ്റോം ഓഫ് വിർച്യൂ ഇൻ ദ മൂവി. പക്ഷേ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇതേ മദർ തന്നെയാണ് മകൾ ഭർത്തൃ വീട്ടിൽ ഗാർഹിക പീഡനം ഫേസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സേഫ്റ്റി ഫീൽ ചെയ്യാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇതുപോലത്തെ ഉപദേശങ്ങൾ കൊടുത്തത്. സ്ത്രീക്ക് ഭൂമിയോളം ക്ഷമ വേണം, മോള് തിരിച്ചു ചെല്ലേ. Problem is that still some people are unable to understand the whole picture and they are just feeling all these feelings about this movie.